നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമോ? മകനെ കൊന്നത് തന്നെയാണെന്നും മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. കള്ളങ്ങൾ ഒരിക്കലും മൂടിവെക്കാൻ സാധിക്കില്ല, അത് എന്നെങ്കിലും മറനീക്കി പുറത്തുവരും. അതിനുള്ള തെളിവാണോ കഴിഞ്ഞ ദിവസത്തെ സംഭവം? പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടു. അർജുൻ മുമ്പും പല കേസുകളിലെ പ്രതിയായിരുന്നു എന്നത് അപകടത്തിന് ശേഷമാണ് അറിയുന്നതെന്നും CBIയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അച്ഛൻ ഉണ്ണി ആരോപിച്ചു. പെരിന്തൽമണ്ണയിൽ 3.5 കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർ പിടിയിലായി. ബാലഭാസ്കറിന്റെ അപകട മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നും നേരത്തെ ആരോപണമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ബാലഭാസ്കറിന്റെ മരണവുമായി പെരിന്തൽമണ്ണയിലെ കേസിന് ബന്ധമില്ലെന്നും പെരിന്തൽമണ്ണ DYSP പറഞ്ഞു. BMW കാർ ഉള്ളവനും ക്ഷേമ പെൻഷനോ? സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ നടപടികളുമായി ധനവകുപ്പ്. വൻ ക്രമക്കേടാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നഗരസഭയിൽ കണ്ടെത്തിയത്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി ഉത്തരവിട്ടത്. BMW കാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ പട്ടികയിലുണ്ടെന്നും കണ്ടെത്തി. കൂടാതെ ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടെന്നാണ് നിലവിലെ സൂചനകൾ. മാളികപ്പുറത്ത് ഇനി തേങ്ങ ഉരുട്ടൽ വേണ്ട. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധി ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും അംഗീകരിച്ചു. കൂടാതെ തേങ്ങ ഉരുട്ടൽ, മഞ്ഞൾപ്പൊടി വിതറൽ, വസ്ത്രമെറിയൽ തുടങ്ങിയവ ആചാരങ്ങളുടെ ഭാഗമല്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. മഞ്ഞളും ഭസ്മവും നിക്ഷേപിക്കാൻ മാളികപ്പുറത്ത് പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശം നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണമെന്നും തന്ത്രി അറിയിച്ചു. ഗുണ്ടാപേടിയിൽ തലസ്ഥാനം. ക്രമസമാധാന പാലനത്തിലെ വീഴ്ചകൾ കാരണം നഗരത്തിൽ ഗുണ്ട ആക്രമണങ്ങൾ പതിവാകുന്നു. ഇക്കഴിഞ്ഞ 6 ദിവസത്തിനിടെ മുട്ടത്തറ, കഴക്കൂട്ടം, കരമന എന്നിവിടങ്ങളിൽ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇവരെ തടയാനോ അതിക്രമങ്ങൾ ഇല്ലാതെയാക്കാനോ പോലീസിന് സാധിക്കുന്നില്ല എന്നതാണ് നിലവിലുള്ള ആക്ഷേപം. കൂടാതെ പല സ്റ്റേഷനുകളിലും വേണ്ടത്ര പോലീസുകാരില്ലാതെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലീസുകാർക്ക് വെല്ലുവിളിയാകുന്നു. എന്നാൽ കരമനയിൽ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കായി തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുകയാണ്. ഇവരുടെ ടവർ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണം എങ്ങും എത്താത്ത അവസ്ഥയിൽ പ്രതികളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇനി കൗൺസിലിംഗ് സെന്ററുകൾ വരും. പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൗൺസിലിംഗ് സെന്ററുകൾ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടി ആരംഭിക്കുന്നു. ഇപ്പോൾ 8 സ്റ്റേഷനുകളിൽ മികച്ച രീതിയിൽ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീ ജില്ലാ വിഷനുകളും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും ജനമൈത്രി പോലീസും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ലൈനിൽ അറ്റകുറ്റപ്പണി നടന്നാൽ ഇനി വൈദ്യുതി മുടങ്ങില്ല. പുതിയ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണവുമായി സ്വകാര്യ കമ്പനി. വൈദ്യുതി ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ വൈദ്യുതി മുടങ്ങുന്നത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ ഇതിനു പ്രതിവിധിയാകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം തലസ്ഥാനത്ത് നടന്നു. സ്വകാര്യ കമ്പനി നിർമ്മിച്ച ഉപകരണം ഉപയോഗിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ തന്നെ ലൈനിലെയും മറ്റും അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് കമ്പനി കൊണ്ടുവന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനക്കാരുടെ ശരീരഭാഗങ്ങൾ വൈദ്യുതി ലൈനിൽ തൊടാത്ത വിധം ഇൻസുലേറ്റഡ് ഗ്ലൗസ് ഉൾപ്പെടെയുള്ള ആവരണങ്ങൾ ധരിക്കുകയും കൂടാതെ എന്തെങ്കിലും കാരണവശാൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായാൽ സബ്സ്റ്റേഷനിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. വീണ്ടും ലോറി പാഞ്ഞു കയറി അപകടം. ചിറ്റൂർ ആലംകടവ് പാലത്തിനു സമീപം കോഴി കയറ്റി വന്ന ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിഞ്ഞാണ് അപകടം. പുലർച്ചെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉറങ്ങുകയായിരുന്ന നാടോടി ശ്രീ പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് ഇവരെ പുറത്തെടുത്തത്. തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥലത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതര വൈകല്യങ്ങളോട് കൂടി ജനിച്ച നവജാത ശിശുവിന്റെ കേസിൽ പ്രതികരണവുമായി ഡോക്ടർ രംഗത്ത്. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്.
അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ വൈകല്യങ്ങളുമായി ജനിച്ചത്. കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല. തുറക്കാൻ കഴിയാത്ത വായ, സ്ഥാനം തെറ്റിയ തുറക്കാൻ കഴിയാത്ത കണ്ണ്, ഹൃദയത്തിൽ ദ്വാരം തുടങ്ങിയ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന് ജനനേന്ദ്രിയമുണ്ടെങ്കിലും സാരമായ വൈകല്യമാണുള്ളതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. 11ഉം 5ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ അമ്മയാണ് സുറുമി. ഇവരുടെ മൂന്നാമത്തെ കുട്ടിയാണ് അസാധാരണ വൈകല്യങ്ങളുമായി പിറന്നത്. കേസെടുത്തതിനെ തുടർന്ന് സുറുമിയെ ചികിത്സിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷേർലി പ്രതികരിച്ചു. ചികിത്സയുടെ ഭാഗമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും 32ാമത്തെ ആഴ്ച വരെ അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ഡോക്ടർ പറഞ്ഞു. പെൺകുട്ടികൾക്ക് മാസത്തിൽ 2 ദിവസം ഇനി ആർത്തവാവധി. സംസ്ഥാനത്തെ ITIകളിൽ വനിതാ ട്രെയിനികൾക്ക് മാസത്തിൽ 2 ദിവസം ആർത്തവാവധി നൽകുമെന്നും കൂടാതെ ITI പ്രവൃത്തി ദിവസമായ ശനിയാഴ്ചകൾ അവധിയായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതുമൂലം പരിശീലന സമയം നഷ്ടമാകുന്നവർക്ക് നൈപുണ്യത്തിനായി ഷിഫ്റ്റ് പുനഃക്രമീകരിക്കുമെന്നും ചാല ഗവൺമെന്റ് ITI പ്രവർത്തനോദ്ഘാടന നിർവഹണ ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. 1 വയസ്സുകാരി ഇവ കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. സങ്കര ഇനത്തിൽപ്പെട്ട വെളുത്ത പൂച്ചക്കുട്ടിയാണ് ഇവ. വിദേശത്ത് നിന്നും ഓമന മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സർട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ ലഭിച്ച ശേഷം ആദ്യമായി കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന മൃഗമാണ് ഈ പൂച്ചക്കുട്ടി. ദോഹയിൽ നിന്നും എയർ ഇന്ത്യയുടെ AI 954 വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത്. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണ് അപകടം. കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചൂരാങ്കൽ പാലത്തിന് സമീപമാണ് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നത്. പാലത്തിൽ കോൺക്രീറ്റ് ജോലി നടക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഈ സമയം നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ക്ഷേമ പെൻഷനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ സർക്കാർ ജീവനക്കാരുണ്ടെന്ന് 2023 സെപ്റ്റംബറിലെ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടിയിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ചോദ്യം. 2017-18 മുതൽ 2019-20 വരെയുള്ള കാലയളവിൽ സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരുമായ 9201 പേർ ക്ഷേമ പെൻഷൻ വാങ്ങിയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഇങ്ങനെ 39.27 കോടി രൂപ നഷ്ടമുണ്ടായി. കൂടാതെ 2000 മുതൽ സർക്കാർ ജീവനക്കാർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടത് നോക്കിയാൽ വൻ തുക വരുമെന്നും VD സതീശൻ പറഞ്ഞു. കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ നിരോധനം ഓസ്ട്രേലിയയിൽ. 16-ൽ താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബിൽ ഓസ്ട്രേലിയയിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കി. പ്രതിപക്ഷ പിന്തുണയോടെയാണ് ഇരുസഭകളും ബിൽ പാസാക്കിയത്. കൂടെ കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ കമ്പനികൾ നടപടിയെടുക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇത് നടപ്പിലാക്കുന്നതിന് കമ്പനികൾക്ക് 1 വർഷത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ആനയുടെ മുന്നിൽപ്പെട്ട കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസ്സാണ് ആനയുടെ മുൻപിൽപ്പെട്ടത്. ഇടുക്കിയിലെ നെറ്റിമേടിനും കുറ്റിയാർ വാലിക്കുമിടയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. സ്കൂൾ വിട്ടു വരുന്നതിനിടെ ബസ് ആനയുടെ മുന്നിൽപ്പെട്ടു. തുടർന്ന് ആനയെ കണ്ടതോടെ ബസ് നിർത്തുകയും ബസ് പിന്നോട്ടെടുത്തുമാണ് രക്ഷപ്പെട്ടത്. ഈ സമയത്ത് ബസ്സിൽ കുട്ടികൾ ഭീതിയോടെ നിലവിളിക്കുകയും ചെയ്തു. കാമുകന്റെ പരസ്യമായ അപമാനം മൂലം വനിതാ പൈലറ്റ് ജീവനൊടുക്കി. എയർ ഇന്ത്യയിലെ പൈലറ്റ് ജീവനൊടുക്കിയത് കാമുകന്റെ തുടർച്ചയായ ശല്യവും പൊതുവിടത്തിലെ പരസ്യമായ അപമാനിക്കലും കാരണമാണെന്നാണ് റിപ്പോർട്ട്. മരിച്ച സൃഷ്ടി തുലിയുടെ ഭക്ഷണശീലത്തിൽ വരെ കാമുകനായ ആദിത്യ പണ്ഡിറ്റ് ഇടപെട്ടിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. സൃഷ്ടിയുടെ അമ്മാവൻ നരേന്ദ്രകുമാർ തൂലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ പേരിൽ പോലീസ് കേസെടുത്തത്. സസ്യേതര ഭക്ഷണം കഴിക്കരുതെന്ന് ഇയാൾ സൃഷ്ടിയോട് നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ പണം തട്ടിയെടുത്തെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ക്യാരറ്റ് കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറിയാണ് ക്യാരറ്റ്. കാഴ്ചശക്തി കൂട്ടുന്നതിന് സഹായിക്കുന്ന ല്യൂട്ടിൻ, ലൈക്കോപ്പീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് ക്യാരറ്റ്. ഇവയിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിശപ്പ് കുറയ്ക്കുന്നതിനും അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും തടയാൻ സാധിക്കുന്നു. ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നാരുകൾ വിവിധ ദഹന പ്രശ്നങ്ങളും മലബന്ധം പോലുള്ള അവസ്ഥകളെ തടയുകയും ചെയ്യുന്നു. ക്യാരറ്റിലെ ഉയർന്ന ഫൈബർ അംശം ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു.
ക്യാരറ്റിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തക്കുഴലുകളിലെയും ധമനികളിലെയും പിരിമുറുക്കം ലഘൂകരിക്കാൻ ഇവ സഹായിക്കും. ചർമ്മത്തിന് തിളക്കം നൽകാനും ക്യാരറ്റ് സഹായിക്കുന്നുണ്ട്. തേർഡ് എ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.